ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു J3 മീഡിയ മലയാളം ടെക്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വ്യൂ ചെയ്യുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ, അതിനുശേഷം ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കെങ്ങനെ ഓഫ്ലൈനിൽ നമുക്ക് നെറ്റ് എടുക്കാം എന്നാണ്. അതിനായി നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആപ്പിൻ്റെ പേര് ഓഫ്ലൈൻ ബ്രൗസർ. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ വെറും 1.5 MB ആണ് അതിൻ്റെ വലിപ്പം വരുന്നത്. ഈ ബ്രൗസറിൻ്റെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ എൻ്റെ നെറ്റ് കണക്റ്റഡ് ആണ്. അപ്പം നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ അല്ല പോകേണ്ടത്, വേറെ ബ്രൗസറിൽ പോവാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ബ്രൗസറിൽ പോവാം. ഇപ്പം ഞാൻ പോകുന്നത് ഗൂഗിൾ ക്രോമിലാണ്. ഞാൻ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഒരു ഫയല് വിൻഡോസ് 10 വിക്കിപീഡിയ അടിക്കുകയാണ്. അതിപ്പോൾ ഓപ്പണായി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മേലെ കാണുന്ന ഞാനിപ്പോൾ ടച്ച് ആയപ്പോൾ കാണുന്നതുണ്ടല്ലോ, അത് കോപ്പി ചെയ്യുക. കണ്ടല്ലോ, കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഓഫ്ലൈൻ ബ്രൗസറിൽ കൊണ്ടിട്ട് അതിൽ ഞാൻ കാണിച്ചു തരാം. ഓഫ്ലൈൻ ബ്രൗസറിൽ നമ്മൾ ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കാണുന്നുണ്ട് താഴെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ലിങ്ക് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ടൈറ്റിൽ കൊടുക്കുക. ഞാൻ ടൈറ്റിൽ കൊടുക്കാൻ പോകുന്നത് വിൻഡോസ് 10 ആണ്. ഇത് ഓൺലൈനിലാണ്, ഇപ്പോൾ ഓൺലൈനാണ് ചെയ്യേണ്ടത്. പിന്നെ കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈൻ ആക്കാം. അത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ അല്ലെങ്കിൽ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഒരു മിനിറ്റ് സമയമാണ് മാക്സിമം ഡൗൺലോഡ് ആവാൻ എടുക്കുകയുള്ളൂ. 1 മിനിറ്റ് എടുക്കില്ല, 30 സെക്കൻഡോളാണ് നമുക്ക് മാക്സിമം എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് കണക്ഷൻ ഓഫ് ചെയ്യാം. നെറ്റ് കണക്ഷൻ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഈ വിൻഡോസ് 10 എന്നുള്ള ഫയൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വിക്കിപീഡിയ ഓപ്പൺ ആയിട്ട് വന്നു. വിൻഡോസ് 10. ഇപ്പം ഞാൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാണ് കേട്ടോ. ഞാൻ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നുള്ള സെക്ഷൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ പേഴ്സണൽ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം വന്നു. ഞാൻ ഇനി വേറെ നിങ്ങൾക്ക് ഡൗട്ട് തീർക്കാനായിട്ട് എല്ലാം ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്ലിക്ക് ചെയ്യുന്നു വെച്ചോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വരും. അപ്പോൾ നമ്മൾ ഈ ഓഫ്ലൈനിൽ ഇരുന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, വല്ല ബുക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫയല് ഓൺലൈനായിട്ട് ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് വിത്തൗട്ട് ഇൻ്റർനെറ്റിൽ നമുക്ക് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ മാർക്കറ്റിംഗ് ടാർഗറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ് കേട്ടോ, പേഴ്സണൽ കമ്പ്യൂട്ടർ. അപ്പോൾ പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ലിങ്കുകളും നമുക്ക് ഫ്രീ ആയിട്ടും ഓഫ്ലൈനിൽ ഇരുന്നുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാറ്ററി പോകുന്നില്ല. പിന്നെ എന്താ പറയുക, നമ്മുടെ നെറ്റ് ഡാറ്റ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ വിൻഡോസ് 8.1 എന്നുള്ള ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ 8.1നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും വരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ആപ്പ് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം ഇതിന് കീഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.